ആവശ്യമുണ്ട്. പ്രഭാതർ മറുപടി പറഞ്ഞു, ശരി, ഞാൻ അല്പം കഴിഞ്ഞ് അവരെ കണ്ടുകൊള്ളാം. പ്രഭാതർ അദ്ദേഹത്തിന്റെ കൃഷ്ണാവബോധ ദൗത്യത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. കുറെ സമയത്തിന് ശേഷം മിസ്റ്റർ ഡോയൽ വീണ്ടും അഭ്യർത്ഥിച്ചു, ഈ അർച്ചനാമൂർത്തികളെ ഒരു നോക്ക് കാണുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്നു ചെന്ന് രാധാറാണിയെയും കൃഷ്ണനെയും അനാച്ഛാദനം ചെയ്തു. പ്രഭാതർ ബഹുമാന പുരസ്സരം കൈകൾ കൂപ്പി നിന്നു. ആ മൂർത്തികളെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പൂജിക്കാനായി പറഞ്ഞു ചെയ്യിച്ചു വാങ്ങിയതാണെന്നും, എന്നാൽ ഇവിടെ എത്തുന്നതിനിടയിൽ രാധാറാണിയുടെ ഒരു വിരലിൽ നിന്ന് വളരെ ചെറിയ ഒരംശം അടർന്നു പോയതിനാൽ ഹൈന്ദവ ആചാരമനുസരിച്ച് ആ മൂർത്തികളെ പ്രതിഷ്ഠിക്കുവാൻ വയ്യാതെ വന്നു എന്നും ഡോയൽ വിശദീകരിച്ചു. പ്രഭാതർ പറഞ്ഞു, തമാല കൃഷ്ണ, ആ മൂർത്തികൾക്ക് എത്രമാത്രം ഭാരമുണ്ടെന്നൊന്ന് നോക്കുക. തമാല കൃഷ്ണൻ ഒരു കൈ രാധാറാണിയുടെ കീഴ്ഭാഗത്തും മറ്റേത് തോളിലും ചേർത്ത് പിടിച്ച് ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, വലിയ ഭാരമില്ല. പ്രഭാതർ വീണ്ടും പറഞ്ഞു, ശ്യാമസുന്ദര, കൃഷ്ണന്റെ മൂർത്തിക്ക് എത്രമാത്രം ഭാരമുണ്ടെന്ന് നോക്കൂ. ആ മൂർത്തികൾ ഒരാൾക്ക് താങ്ങുവാൻ കഴിയുന്നത്ര ഭാരമുള്ളതായിരുന്നു എങ്കിലും ആ ഭക്തന്മാർക്ക് പ്രഭാതരുടെ ഇംഗിതം മനസ്സിലായി. ശ്യാമസുന്ദർ കൃഷ്ണനെ ആ മേശയിൽ നിന്ന് ഏതാനും ഇഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ കുഴപ്പമില്ല. പ്രഭാതർ തീർത്തു പറഞ്ഞു, ശരി, കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവയെ എടുക്കാം. നമ്മുടെ വാൻ ഉണ്ടല്ലോ. എന്നിട്ട് പ്രഭാതർ രാധാറാണിയെയും കൃഷ്ണനെയും ശ്രദ്ധാപൂർവം വഹിക്കുന്ന സ്വശിഷ്യന്മാരാൽ അനുഗതനായി യാത്രയ്ക്കൊരുങ്ങി. അദ്ദേഹം ഡോയലിനോട് പറഞ്ഞു, ആ പെട്ടെന്നുള്ള ബഹിർഗമനം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്ന മിസ്റ്റർ ഡോയൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു. സ്വാമിജി, ദയവ് ചെയ്ത് അത് കൊണ്ടുപോകരുത്. അവ അയച്ചു തരുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ഞങ്ങളുടെ സംഘം അവ കൊണ്ടെത്തിക്കും. എന്നാൽ പ്രഭാതർ അപ്പോഴേക്കും വാതിലിന് പുറത്ത് കടന്ന് തന്റെ ആളുകളെ വാനിലേക്ക് നയിക്കുകയായിരുന്നു. ദയവായി നിൽക്കുക. അദ്ദേഹം ആദ്യമായി ഞങ്ങൾക്ക് അവ അടർന്നു പോയ ഭാഗങ്ങൾ ഉറപ്പിക്കേണ്ടതുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ ഡോയൽ പറഞ്ഞു. പ്രഭാതർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വിദഗ്ധനായ ആളുണ്ട്. അയാൾക്ക് ഇതൊക്കെ ഉറപ്പിക്കുവാൻ കഴിയും. പ്രഭാതർ അങ്ങനെ മിസ്റ്റർ ഡോയലിന് ഉറപ്പ് കൊടുത്തതിനോടൊപ്പം തന്നെ തന്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അദ്ദേഹം വാനിന്റെ വാതിൽ തുറക്കുകയും ശ്യാമസുന്ദരനും തമാലകൃഷ്ണനും അവധാനതയോടെ രാധാറാണിയെയും കൃഷ്ണനെയും ഉള്ളിൽ കടത്തി വെച്ചിട്ട് മെല്ലെ കയറുകയും ചെയ്തു. തമാലകൃഷ്ണൻ ആ ഭഗവത് മൂർത്തികളെ സുരക്ഷിതമായി പിടിച്ചുകൊണ്ടിരിക്കുവാനായി പിന്നിൽ മുട്ടുപൊത്തി നിന്നു. അതേസമയം ശ്യാമസുന്ദർ ഡ്രൈവറുടെ സീറ്റിലിരുന്നു. ഇനി വണ്ടി എടുക്കുക, പ്രഭാതർ പറഞ്ഞു. പ്രഭാതർ ജാലകത്തിലൂടെ നടപ്പാതയിൽ ഒരുമിച്ച് ചേർന്ന് നിന്നിരുന്നു. ഡോയലിനെയും കുടുംബത്തെയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കെ മുന്നോട്ട് നീങ്ങി. ശ്യാംസുന്ദർ ഏതാനും ബ്ലോക്കുകൾക്കപ്പുറം വരെ മാത്രം ഓടിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാതർ വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. തന്റെ സീറ്റിൽ തിരിഞ്ഞിരുന്നു കൊണ്ട് പ്രഭാതർ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. വെള്ളം മാർബിളിൽ അല്പം നീല നിറം കൂടി കലർന്ന കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ പാർശ്വത്തിനായി മനോഹരമായ വെള്ള നിറത്തിലുള്ള രാധാറാണിയെയും അദ്ദേഹം ദീർഘനേരം വീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻ വളരെ ദയാലുവാണ്. അദ്ദേഹം ഇപ്രകാരം വന്നു ചേർന്നിരിക്കുന്നു. അനന്തരം അദ്ദേഹം ശ്യാമസുന്ദരനോട് ക്ഷേത്രത്തിലേക്ക് വാൻ ഓടിക്കുവാൻ പറഞ്ഞു. പ്രഭാതർ തന്റെ ശിഷ്യന്മാർ ഭഗവത് മൂർത്തികളെ ഒന്നാം നിലയിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നതിന് ശ്രദ്ധയോടെ മേൽനോട്ടം വഹിച്ചു. പ്രഭാതർ അത്തരമൊരു ഉല്ലാസഭരിതവും വികാര തീവ്രവുമായ അവസ്ഥയിൽ രാധാറാണിയെയും കൃഷ്ണനെയും ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത് കണ്ട് ആ ഭക്തന്മാർ അത്ഭുതസ്തംഭരും ആഹ്ലാദഭരിതരുമായി. അദ്ദേഹം അർച്ചനാമൂർത്തികളെ തന്റെ മുറിയിലെ തിരിശീലയിട്ട് മറിച്ച ഒരു ഭാഗത്ത് വയ്പ്പിക്കുകയും അനന്തരം തന്റെ ഡെസ്കിന് സമീപം ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. ശ്യാമസുന്ദർ അർച്ചനാവേദിയുടെ പണി ജഗന്നാഥസ്വാമിയുടെ അർച്ചനാവേദിയും രാധാകൃഷ്ണന്മാരുടെ സിംഹാസനത്തിന് മുകളിലുള്ള മേലാപ്പും ഒഴികെയുള്ളതെല്ലാം മിക്കവാറും പൂർത്തിയായിരിക്കുന്നു. ഭഗവാൻ ജഗന്നാഥന്റെ അർച്ചനാവേദിയും മേലാപ്പും കൂടി 6 അടിയിലേറെ ഉയരമുള്ള കനത്ത മരത്തൂണുകൾ താങ്ങി നിർത്തുന്നതായിരുന്നു. പിന്നാലെ 2 സ്തംഭങ്ങൾ മൂർത്തികൾക്ക് സ്ഥിതി ചെയ്യുവാനുള്ള ഒരു മാർബിൾ ഫലകം വഹിക്കുന്നുണ്ടായിരുന്നു. മുന്നിലെ 2 സ്തംഭങ്ങൾ ഇപ്പോൾ രാധാകൃഷ്ണന്മാരുടെ വലിയ വെൽവെറ്റ് മേലാപ്പ് തൂക്കുകയും ചെയ്തു. ആ സ്തംഭങ്ങൾ വലുതും ഭാരിച്ചതുമാണ്. ശ്യാംസുന്ദർ അവയെ ആനക്കൽ തൂണുകൾ എന്നാണ് വിളിക്കുന്നത്. ആ സ്തംഭങ്ങൾ ശ്യാമസുന്ദരനെ
അവ ബലമായി ഉറപ്പിച്ചു നിർത്തുവാൻ അവസരം കിട്ടിയിരുന്നില്ലെങ്കിലും ഇപ്പോൾ അർച്ചനാവേദിയിൽ അവയുടെ ശരിയായ സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. പ്രതിഷ്ഠാ ദിനത്തിന്റെ തലേന്നാൾ ശ്യാമസുന്ദർ മുകളിലത്തെ നിലയിൽ ക്ഷീണം കൊണ്ട് തളർന്നു വീണുപോയി. ഉദ്ഘാടന ദിവസം ധാരാളം അതിഥികൾ, വിശേഷിച്ചും ഇന്ത്യക്കാർ, നോട്ടീസുകളും പരസ്യങ്ങളും കണ്ടിട്ട് ക്ഷേത്രത്തിൽ തടിച്ചുകൂടി. റിച്ചാർഡ് കൊണ്ടുവന്ന ഒരു വിദഗ്ധ പുഷ്പാലങ്കാര ജോലിക്കാരൻ ആ മുറി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. BBC ടെലിവിഷൻ സാങ്കേതികജ്ഞരുടെ ഒരു സംഘം ആ ചടങ്ങുകൾ വീഡിയോയിൽ പകർത്തുവാൻ തയ്യാറായി എത്തിയിരുന്നു. ഭക്തർ മിക്കവരും കീർത്തനം നടത്തിക്കൊണ്ടിരിക്കെ പ്രഭുപാദർ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഭാഗത്തെ ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ രാധാറാണിയെയും കൃഷ്ണനെയും അഭിഷേകം ചെയ്തു. അഭിഷേകത്തിന് ശേഷം ഭഗവത് മൂർത്തികളെ അർച്ചനാവേദിയിൽ വയ്ക്കണമെന്നും യമുന അവരെ ഉടയാടകൾ അണിയിക്കണമെന്നുമായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത്. അവരെ ഉടയാടകൾ ധരിപ്പിച്ച് സിംഹാസനത്തിൽ ഇരുത്തിക്കഴിഞ്ഞാൽ അതിഥികൾക്കെല്ലാവർക്കും രാധാകൃഷ്ണന്മാരെ ദർശിത്തക്ക വിധത്തിൽ തിരശ്ശീല മാറ്റും. പ്രഭാതർ പ്രഭാഷണം നടത്തുകയും അത് കഴിഞ്ഞ് എല്ലാവർക്കും പ്രസാദ സദ്യ നൽകുകയും ചെയ്യും. എന്നാൽ ശ്യാമസുന്ദറിന്റെ നോട്ടപ്പിശക് നിമിത്തം ആ പ്രതിഷ്ഠാകർമ്മം മിക്കവാറും ഒരു വൻ പരാജയമായി തീർന്നു. പ്രഭാതർ ആ അർച്ചനാമൂർത്തികളുടെ അഭിഷേക കർമ്മം പൂർത്തിയാക്കുകയും അവരെ മാർബിൾ വേദിയിൽ വെക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ ആനക്കൽ തൂണുകൾ ചരിയുകയും മേലാപ്പ് വീഴാൻ തുടങ്ങുകയും ചെയ്തു. പ്രഭാതർ ആ അപകടം കണ്ട് ഒരു നിമിഷാർത്ഥം മുന്നോട്ടാഞ്ഞ് ആ സ്തംഭങ്ങളിൽ കയറി പിടിച്ചു. വളരെ ശക്തിയോടെ അദ്ദേഹം ആ മുകൾ തൂണുകൾ അവയുടെ സ്ഥാനത്ത് പിടിച്ചു നിർത്തി. അത് അവിടെ എടുത്തു മാറ്റുക അദ്ദേഹം ആക്രോശിച്ചു. പ്രഭാതരുടെ കരങ്ങൾ ഭഗവത് മൂർത്തികളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കെ മേലാപ്പ് എടുത്തു മാറ്റപ്പെടുകയും അനന്തരം ഈ രണ്ടുപേർ ചേർന്ന് ആ തൂണുകളിൽ ഓരോന്നും ചുവന്നു മാറ്റുകയും ചെയ്യുന്നു. അർച്ചനാമൂർത്തികൾ പോറലൊന്നും ഏൽക്കാതെ സുരക്ഷിതമായിരുന്നു. പ്രഭാതർ തിരശ്ശീലയ്ക്ക് പിന്നിൽ രാധാകൃഷ്ണമൂർത്തികളെ താങ്ങിക്കൊണ്ട് നിൽക്കെ തിരശ്ശീലയുടെ മറുവശത്തെ അതിഥികളും പത്രലേഖകരും അർച്ചനാ വിഗ്രഹങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആ ദുരന്തത്തെ കുറിച്ചൊന്നും അറിയാത്ത അതിഥികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ആളുകൾ വലിയ സ്തംഭങ്ങളും ഒരു മേലാപ്പും വഹിച്ചുകൊണ്ട് പുറത്തു വരുന്നത് കണ്ട് BBC ക്യാമറ പ്രവർത്തകർ ആ സ്തംഭങ്ങളെ മേലാപ്പും തിരശ്ശീലയ്ക്കും പിന്നിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതൊരു ആചാരപരമായ ഘോഷയാത്രയുടെ ഭാഗമാണെന്ന് കരുതി അവയുടെ ചിത്രം എടുക്കുവാൻ തുടങ്ങി. പ്രഭാതരോടൊപ്പം തിരശ്ശീലയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്ന ഏതാനും ഭക്തർ അത്ഭുതപ്പെട്ടു. എന്നാൽ ക്ഷമാപണങ്ങൾക്കോ പ്രശംസകൾക്കോ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. പ്രഭാതരുടെ ആജ്ഞാനുസരണം യമുന അർച്ചനാമൂർത്തികളെ തിടുക്കത്തിൽ ആടകൾ അണിയിച്ച് ഒടുവിൽ എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ പ്രഭാതർ പ്രധാന തിരശ്ശീല നീക്കി ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാറാണിയുടെയും മനോഹര രൂപങ്ങൾ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അതിഥികൾക്ക് ദൃശ്യമാക്കി കൊടുത്തു. ഒരു ഭക്തൻ ആരതി നടത്തുവാൻ തുടങ്ങി. അതേസമയം പ്രഭാതർ ഒരു കാവിപ്പുതപ്പും ഒരു പൂമാലയും ധരിച്ച് രാധാറാണിയെയും കൃഷ്ണനെയും അവരുടെ ആരാധകനും രക്ഷകനും എന്ന നിലയിൽ ഭക്തിപൂർവ്വം നോക്കിക്കൊണ്ട് ഒരു വശത്തായി ഒതുങ്ങി നിന്നു. ഇതായിരുന്നു മാസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നത്തിന്റെ പരിസമാപ്തി. വാസ്തവത്തിൽ ഈ ശുഭാവസരത്തിന് പിന്നിൽ വർഷങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണമുണ്ടായിരുന്നു. 100 സംവത്സരങ്ങൾക്ക് മുമ്പ് ഭക്തവിനോദ ടാഗോർ കൃഷ്ണാവബോധം ഇംഗ്ലണ്ടിൽ ആഗതമാകുന്ന മംഗളമുഹൂർത്തത്തിനു വേണ്ടി ആശംസിച്ചിരുന്നു. തുടർന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതിയും അത് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ രാധാകൃഷ്ണന്മാരുടെ ഒരു ആധ്യാത്മിക ക്ഷേത്രം ലണ്ടനിൽ കൃഷ്ണാവബോധം ഉപദേശിച്ചു തുടങ്ങിയതോടെ അത് ഗൗഡീയ വൈഷ്ണവ മതത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന മുഹൂർത്തമായി. പൂർവ്വ ആചാര്യന്മാരുടെ ഒരു ദീർഘകാല സ്ഥിതമായ അനുശാസനം നിറവേറ്റപ്പെട്ടു. പ്രഭാതർ ഇന്ത്യയിലെ തന്റെ ആധ്യാത്മിക പ്രാതാക്കളിൽ പലർക്കും ക്ഷണക്കത്തയച്ചിരുന്നു. സ്വാഭാവികമായി അവർക്കൊന്നും തന്നെ വന്നെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും ഭക്തി സിദ്ധാന്ത സരസ്വതി ടാഗോറിന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതറിഞ്ഞ് അവർ സന്തുഷ്ടരായിരിക്കണം. പ്രഭുപാദർക്ക് 73 വയസ്സായി. ഇപ്പോൾ അദ്ദേഹം 3 വർഷത്തിനിടയിൽ 21 ക്ഷേത്രങ്ങൾ തുറന്നു കഴിഞ്ഞു. അടുത്ത കാലത്ത് അദ്ദേഹം തന്റെ ശിഷ്യന്മാരിൽ ചിലരോട് തനിക്ക് പൂർണ്ണമായും കൃഷ്ണാവബോധ സാഹിത്യ രചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമാറ് കാര്യനിർവഹണത്തിൽ നിന്ന് തന്നെ ഒഴിയുവാനായി ഇഷ്കോണിന് ഒരു ഭരണസമിതി രൂപീകരിക്കാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ സാഹിത്യം എല്ലാവരുടെയും ഗുണത്തിനു വേണ്ടി ലോകത്തൊട്ടാകെ വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും
എത്തിക്കുവാൻ കഴിയും. ഈ സാഹിത്യ സൃഷ്ടികളിലാണ് താൻ തുടർന്ന് ജീവിക്കുവാൻ പോകുന്നതെന്നും ഈ ലോകത്തിൽ തനിക്കിത് എത്ര കാലം അവശേഷിക്കുന്നുണ്ടെന്നറിയില്ലെന്നും എന്നാൽ ജന്മജന്മാന്തരങ്ങളിലൂടെ തന്റെ ഗുരുവിനെ സേവിക്കുന്നത് സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇതൊക്കെയായാലും സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് വിരമിച്ച് ഗ്രന്ഥരചനയിൽ മുഴുകണമെന്ന് പ്രഭുപാദർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ അദ്ദേഹം ഒരു പുതിയ ക്ഷേത്രത്തിൽ അർച്ചനാമൂർത്തികളെ പ്രതിഷ്ഠിക്കുകയും അവരെ തന്റെ ശിഷ്യന്റെ അവധാനതയിൽ നിന്ന് രക്ഷിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സന്നിഹിതനായിരുന്നില്ലെങ്കിൽ ആ ആഘോഷമാകെ ഒരു മഹാദുരന്തമാകുമായിരുന്നു. ഇത്രയേറെ കഠിന ശാലിയായ ശിഷ്യന്മാരുണ്ടെങ്കിലും അവർക്കെപ്പോഴും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മാർഗദർശനം ആവശ്യമുണ്ട്. ഇസ്കോൺ വളരുവാൻ തുടങ്ങുകയായിരുന്നു. പ്രഭുപാദർ ഏതാനും ക്ഷേത്രങ്ങൾ മാത്രമല്ല, കുറഞ്ഞപക്ഷം 108 എണ്ണമെങ്കിലും തുറക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ ലോകയാത്രകളും പുസ്തകങ്ങളുടെ പ്രകാശനവും തുടങ്ങിയതേ ഉള്ളൂ. മറ്റെല്ലാം എന്നതുപോലെ ശിഷ്യന്മാരുടെ എണ്ണവും വർദ്ധിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രശസ്തി വർദ്ധിക്കും. അതോടൊപ്പം നാസ്തികരിൽ നിന്നുള്ള എതിർപ്പും കൃഷ്ണാവബോധം വളർന്നുകൊണ്ടിരുന്നു. പ്രഭുപാദരായിരുന്നു അതിന്റെ മുൻനിരയിൽ. അദ്ദേഹം പറഞ്ഞു, ചുറ്റുപാടുള്ളതിൽ പ്രഭാപൂരിതമായി ഞാൻ കാണുന്നു. അതാണ് കൃഷ്ണന്റെ മഹിമനം. അദ്ദേഹം തന്റെ ആധ്യാത്മിക ഗുരുവിന്റെ ഒരു സേവകനായാണ് തന്നെ കണ്ടിരുന്നത്. ശോഭനമായ ഭാവി കൃഷ്ണന്റെ കൈകളിലാണ്. പ്രഭുപാദർ ലണ്ടനിൽ നിന്ന് തിരിക്കുന്ന ദിവസം തന്റെ സ്വെറ്ററും സ്കാർഫും പോലെയുള്ള ചില സാധനങ്ങൾ ശിഷ്യന്മാർക്ക് കൊടുത്തു. പിന്നെ ഹരേ കൃഷ്ണ മാതാജി, സമയമായി. അത് കംപ്ലീറ്റ് ആയില്ലേ? തീരാറായില്ലേ മാതാജി? ഹരേ കൃഷ്ണ മാതാജി, ടൈമായി. കണ്ണിക തീരാറായില്ലയോ? കണ്ണിക തീർന്നു പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. നമുക്ക് എന്താ പറയാ, ഭഗവാന്റെ കൃപയാല്, ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപയാല് നമ്മളെ പഴയ മാതാജി, ഡോക്ടർ മാതാജി, രൂപരാധിക മാതാജി വന്നിട്ടുണ്ട്. മാതാജിയെ സന്തോഷപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യും.